10 വർഷത്തിലേറെ ആയിട്ടുണ്ട്. ഞാനന്നൊരു സെക്കുലർ സ്ഥാപനത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇടപെടുന്നത് വളരെ പ്രൊഫഷണലായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാരൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം യാത്രയ്ക്ക് പോയി. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സായിട്ട് യാത്രയ്ക്ക് പോയി. ഒരു രാത്രി സംസാരത്തിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ ഞാൻ ഈ പ്രീ സ്റ്റഡിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്നോടുള്ള അതേ സ്നേഹം നിനക്കുണ്ടാകുമോ? ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ അവൻ പറഞ്ഞു ഇല്ല. അതെനിക്കൊരു ഷോക്കായിരുന്നു. കാരണം അവരെൻ്റെ സുഹൃത്തായിട്ടിരിക്കുന്നത്, എന്നെ ബഹുമാനിക്കുന്നത് ഞാനൊരു പ്രീസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. അന്ന് തൊട്ട് ഞാൻ പണി തുടങ്ങി. എന്തിനാണെന്നറിയോ? എന്നിലുള്ള പൗരോഹിത്യത്തെ മെച്ചപ്പെടുത്താനല്ല, എന്നിലുള്ള മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ. എന്നെ കേൾക്കുന്ന നിങ്ങൾ അധികാര കസേരയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങൾക്ക് താഴെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെയാണോ അവർ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന കസേരയാണോ ബഹുമാനിക്കുന്നത്? കസേരയോടുകൂടി ആ ബഹുമാനം നഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളും പണിയെടുത്ത് തുടങ്ങണം, നിങ്ങളിലുള്ള മനുഷ്യനെ മെച്ചപ്പെടുത്താൻ. ഇത് ഗോസ്പൽ ഈശോ പറയാണ്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്. എങ്ങനെയാണ്? വിജാതിരുടെ ഇടയിൽ അവരുടെ ഭരണകർത്താക്കൾ യജമാനത്വം പുലർത്തുന്നു, അധികാരം പ്രയോഗിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്. നിങ്ങൾ ശുശ്രൂഷിക്കണം. നിങ്ങളിലുള്ള മനുഷ്യൻ വലുതാവട്ടെ, കസേരകളല്ല.